വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. എല്ലാത്തിനും കാണും. ഞങ്ങളത് വല കിട്ട് വരുന്ന വഴി നാട്ടിൽ ഞങ്ങളുടെ വന്നവരാണ്. കാട്ടാണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ സുഖം നിൽക്കും പറഞ്ഞു ഞാൻ ഓടിക്കുന്ന ഇടത്തില്ല കേട്ടോ. നോക്കി എന്നെ അടുത്ത് പോയി നിൽക്കുന്നത് ഇത്രയും വിവരമില്ലാത്തവരുണ്ടോ ഞാൻ ഇവരെന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കേട്ടോ. ഇത് കാട്ടാന സാധനം. ഇങ്ങനെയുള്ളവരൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ആനയെ പേടിപ്പിച്ച് വിട്ടാൽ ഇവിടെയുള്ള നാട്ടുകാരെ കൂടെ ആന ഓടിക്കാൻ ആനയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത ആനയാണ്. ഒരു പരിധി കഴിഞ്ഞിട്ട് അടുത്തേക്ക് എന്നിട്ട് ആന പിടിക്കും, ഓടിക്കും. എൻ്റെ ആ സ്ഥലം നിരപ്പ് സ്ഥലം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആന ഉറപ്പായിട്ടും പിടിക്കും. ഞങ്ങൾ പോലും അങ്ങോട്ട് പോകാറില്ല. ഞങ്ങളുടെ അടുത്ത് ഇമാരി ഈ അറിവില്ലാത്തവരൊന്നും ആനയുടെ ഓടത്തിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒറ്റ കാർച്ച് കയറുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ നമ്മൾ ഓടിക്കതച്ച് വീഴത്തുള്ളൂ. ആനയന്മാരെ കണ്ടിട്ട് കാലിലേക്ക് കയറി പോയാൽ മാറി പിന്നെ അതിൻ്റെ പുറകെ തരുക. അതല്ലാത്ത നോക്കട മരുന്ന് മേടിച്ച് വെക്കുന്നു. വല്ലാത്ത സുഖം ആന പിടിക്കും. വല്ലാത്ത സൂക്കടായിരുന്നല്ലേ. കാരണമുണ്ടോ ഇച്ചിരി ഇറക്കമായോണ്ടാ പിടിക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ മരം ഉറപ്പായിട്ടും പിടിച്ചായിരുന്നു. നിരപ്പാണെങ്കിൽ ഉണ്ടല്ലോ മരം ഓടത്തില്ല. ഓടിയോടെ കറച്ച് വീഴത്തുള്ളൂ. ഞങ്ങൾ വല കെട്ടിയ സമയത്തൊക്കെ ആന അവിടെ ഒരു കുഴപ്പമില്ല നിൽക്കുന്നുണ്ടാണ്. ഞങ്ങൾ കയറി പോരുകയും ചെയ്തു. ആന അങ്ങോട്ട് കയറിപ്പോയി. നിന്മാർ അതിൻ്റെ പുറകെ ഒന്നും ഇതെന്താ വലിയ സംഭവമെന്ന് പറയും. പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മര്യാദയ്ക്കന്മാർക്ക് കണ്ടിട്ട് പോയാൽ പോരാ, ഇടത്തോട്ടുണ്ടാക്കണം. ഇനിയിപ്പോൾ മനുഷ്യരെ ആരെ കണ്ടാലും ആന ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങും. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അടുത്തേക്കൊന്നും പോകത്തില്ല. ഇതൊക്കെ മാറി എന്ന് മര്യാദയ്ക്ക് കണ്ടിട്ട് പോകത്തുള്ളൂ. ഈ കാടിനെ പറ്റി ഒരു അറിവില്ലാത്തവന്മാർ വന്ന് ട്രൈ പണി കാണിക്കുന്നു.